എന്നാലും ഇങ്ങനൊരു തോൽവിയുണ്ടോ? ഇതാക്ക് നാണം കെട്ടും. തോൽക്കുന്നേരെ കുറെ എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഇങ്ങനെ തോൽക്കുന്നു വിചാരിച്ചില്ല. അത് ശരിയാ, പക്ഷെ ഒറ്റയടിക്ക് എല്ലാ MLA മാരും തോക്കാന്ന് വെച്ച് കഴിഞ്ഞാ 13 മന്ത്രിമാരല്ലേ തോറ്റത്. അത് നടക്കടല്ലേ? പിന്നല്ലാണ്ട്. ഞാൻ നോക്കിയിട്ട് ഇനി ഒരു വഴിയുള്ളൂ. എന്ത് വഴി? നമുക്ക് ഇവിടെ വിദ്യാഭ്യാസങ്ങളിൽ കുറച്ച് മാറ്റം വരുത്തിയാൽ മതി. അങ്ങ് UP ആന്ധ്രയിലൊക്കെ AJP പാർട്ടി ചെയ്യുന്ന പോലെ ഇവിടെ ചെയ്താൽ മതി. എടാ, വിദ്യാഭ്യാസം വേണ്ട, പകരം പിള്ളേർക്ക് മുട്ടയും പാലും മാറ്റിയിട്ട് ചിക്കനും പിന്നെ ബട്ടർ മിൽക്കും. ബട്ടർ മിൽക്ക് വേണ്ട, നമുക്ക് കേ മിൽക്ക് കൊടുക്കും. അതെന്താ കേ മിൽക്ക്? ഈ കേരം, നാളികേരം. ശരിയാ, നാളികേരപ്പാല്, അതാവുമ്പോ വലിയ പോഷകം വരും, അത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ സിലബസിൽ നിന്ന് ബുദ്ധി വളരുന്ന എല്ലാ പാഠഭാഗങ്ങളും നീക്കം ചെയ്യാം. നമ്മൾ പാട്ടി പകരം വല്ല ചൂണ്ടിടാൻ പഠിപ്പിക്കുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് കാച്ചുക. അത് കൊള്ളാം. ഇനി അതൊക്കെ കാര്യമുള്ളൂ. അപ്പൊ ഈ പിള്ളേര് വളർന്ന് വലുതാവുമ്പോ നമുക്ക് വോട്ട് കുത്തും. ഇപ്പോഴുള്ള ആൾക്കാർക്കൊക്കെ എന്താ ബുദ്ധി? 5 വർഷം കഴിഞ്ഞിട്ടല്ലേ, അപ്പൊ ഇവരെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ. അതെ, പിള്ളേരെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ. നീ പെട്ടെന്നൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റും തോന്നുന്നില്ല എനിക്ക്. എന്നാലും പെൻഷൻ കൊടുക്കാത്തതൊക്കെ നമുക്ക് വലിയ അടിയായിടാ. ഇല്ല, നമ്മള് 6-7 മാസം കൂടുമ്പോ കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇതിന്റെ ഇടയിലെ ഇലക്ഷന്റെ സമയത്ത് ആ നിഴലിനെ എവിടുന്ന് കിട്ടി ഈ പെൻഷൻ കൊടുക്കാനുള്ള പൈസ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അത്രയും പൈസ ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? എന്നാലും നമ്മുടെ ആശാന്റെ ഗതി എന്തൊക്കെ ബഹളായിരുന്നു. ജയിക്കുന്നു വിചാരിച്ച് ലോഡ് കണക്കിന് പടക്കം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇനി അടുത്ത വിഷുവിന് പൊട്ടിക്കാം. വിഷു പൊട്ടിക്കാം. നമുക്കിപ്പോ ആശാന്റെ പോയി നോക്കിട്ട് വന്നാലേ എന്താ അവസ്ഥ എന്ന് അറിയാം. ശോകായിരിക്കും. എന്തായാലും നമുക്ക് നോക്കിട്ട് വരാം. ശരിയാ, 2 പടക്കവും പൊക്കാം. എന്താടാ, എന്താ ശരിക്കും നമ്മുടെ പാർട്ടി പറ്റിയേ? എന്ത് പറ്റാനാ, നീ കണ്ടതല്ലേ, നമ്മുടെ തന്നെ ആൾക്കാര് നമുക്കിട്ട്. എനിക്കതാ ഒറ്റ സംശയമുള്ളൂ. നമ്മുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു ആശാനെ. എല്ലാ മന്ത്രിമാർക്കും ഇത് ഭയങ്കര ധാഷ്ട്യമാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, അവരിലുള്ള ഒരാളായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ഈടെ ഈ നമ്മളെന്ന് പറയാനായിട്ട് എനിക്ക് പോയി പറയാനല്ലേ പറ്റുള്ളൂ. എൻ്റെ ഒപ്പം നടക്കണവരെ തന്നെ എനിക്കിട്ട് കൂത്തിയാൽ പിന്നെ ഞാൻ എങ്ങനെ? നിനക്കറിയാനുള്ള എൻ്റെ അവസ്ഥ. ജയിക്കെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നമ്മുടെ ആൾക്കാർ നമ്മൾ ആദ്യമേ പറഞ്ഞില്ല, അതേപോലത്തെ ഇതിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം പാടാടാത്. എന്നാലും വല്ലാത്ത തോൽവിയായി ആശാന്. പുറത്തവന്മാർ ഭയങ്കര ആഘോഷമാണ്, കണ്ടിട്ട് സഹിക്കണില്ല. ഞാൻ കണ്ടു എനിക്ക് കേൾക്കാമല്ലേ പടക്കം പൊട്ടിക്കലും ബഹളമൊക്കെ. പക്ഷെ ഞാൻ വെറുതെ ഇതിൽ കൂടി നോക്കിയിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കുക. ഇതേപോലെ 10 കൊല്ലം നമ്മളും ശരിയായതല്ലേ, നമ്മൾ ആഘോഷിച്ചില്ലേ. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്ത്, അപ്പോൾ കുറച്ചൊരു സമയം നമുക്ക്, ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് റിലാക്സ് ചെയ്തിട്ട്, ഞാൻ എപ്പോഴും പറയണ പോലെ നമുക്കത് നോക്കിയും കണ്ടു. എനിക്ക് നിങ്ങളെ പോലത്തുള്ള ചെറുപ്പക്കാർ വന്നം, എന്നാലും ശരി. ഞങ്ങൾക്കൊരു അവസരം തരണ്ടേ? എല്ലാ യൂത്തുക്കന്മാരല്ലേ, ഞങ്ങളെപ്പോലുള്ള യൂത്തന്മാർക്ക് കുറച്ചെങ്കിലും അവസരം തരണം, എന്നാലേ ജനങ്ങൾ കൂടെ നിൽക്കൂ. എടാ, അത് പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഓരോരുത്തരുടെ ഇതനുസരിച്ച് ഡിപ്പെൻഡ്. അവർ അങ്ങനെ ചെയ്ത കാരണം നമുക്ക് കൂടുതൽ വോയിസ് അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കും കൂടുതൽ ഇപ്പോൾ പറ്റിയത്. ഇനിയിപ്പോൾ എന്താ നോക്കാം, നമുക്ക് ഏതായാലും ഇത്ര ആലോചിച്ചാൽ മതി. നമുക്ക് ഭാവിയിലോട്ടുള്ള പരിപാടിയൊക്കെ ഇപ്പോഴേ പ്ലാൻ ചെയ്യണം. നിങ്ങളെപ്പോലത്തുള്ള പിള്ളേർ, യൂത്തന്മാരെന്ന് പറഞ്ഞ ആൾക്കാരെ നമുക്കിനി രക്ഷയുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ, അവർ വരട്ടെ. അതെ അതെ അതെ. ഇന്ന് വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ട് യൂറോൻ്റെ. അതിൽ ഞാൻ എൻ്റേതായ കുറച്ച് അഭിപ്രായങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആലോചിച്ചിരിക്കുക. അതിലൊക്കെ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഇനിയിപ്പോൾ ഞങ്ങളെപ്പോൾ ഉള്ള വയസ്സായ ആൾക്കാരൊക്കെ എക്സ്പയർ ആയ പോലെയാണ് ഏകദേശം. പറഞ്ഞ മനസ്സിലായില്ലേ, നിങ്ങൾ വേണമെങ്കിൽ മുമ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട്. കേട്ടോ, മറ്റവനോട് പോയി, ഉണ്ണികൃഷ്ണനോട് പോയി. അവന് ആശാനെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അവനാകെ അവിടുത്തെ പ്രകടനമൊക്കെ കണ്ടിട്ട് അവനാകെ ഡൗൺ ആയിട്ടിരിക്കുക. വെറുതെ പറഞ്ഞാൽ എനിക്ക് സത്യം പറയാനുള്ള ഒരാളെ എനിക്കിപ്പോൾ വിശ്വാസമില്ല. എൻ്റെ ഒപ്പം ഇടതുവശത്തും വലതുവശത്തും നടന്ന ആൾക്കാർ വരെ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതെ ശരി, നമുക്ക് ഉറപ്പായ വോട്ട് പോലും നമുക്ക് മിസ്സായി. അതാണ് അതൊക്കെ എനിക്കറിയാം. അതൊക്കെ ഞാൻ കറക്റ്റായിട്ടും എനിക്ക് മനസ്സിലായിട്ടുമുണ്ട്. ഈ ഒരു കാര്യം ചെയ്യും, എൻ്റെ അത്ര വിഷം നീ ഒന്ന് പിടിക്കണം. പക്ഷെ നീ പാർട്ടിക്ക് വേണ്ടി ഇനി മുമ്പിലേക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് പേര് മുമ്പിൽ നിൽക്കണം കേട്ടോ. എനിക്കൊരു ഇതുണ്ട്, മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകുന്നേരം. അപ്പോൾ അതിൽ എൻ്റേതായ കുറച്ച് പോയിന്റ്സ് ഞാൻ പറയും. ഓക്കെ ശരി, വിഷമിക്കണ്ട. ഇതൊക്കെ ഒരാളിങ്ങനെ മുകളിലേക്ക് പൊങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് താഴ്ചകളെങ്ങനെ എല്ലാം ഇങ്ങനെ മുകളിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതിൻ്റെ രീതിയിൽ നമുക്ക് നോക്കിയും കണ്ടുമൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ.
ഓക്കെ ശരി. ഇവിടെ ഉണ്ടാവൂലേ? ആ ഞാൻ ഉണ്ടാവും. എന്തെങ്കിലും ഫോം വന്നിട്ടുണ്ടെങ്കിൽ നീ എടുത്തോ കേട്ടാ. ആ ശരി. ചേട്ടാ ഇതെന്തൊരു ഇരിപ്പാണ്. ഇലക്ഷനൊക്കെ ആകുമ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. അല്ലാതെ എല്ലാവർക്കും കൂടെ ജയിക്കാൻ പറ്റത്തില്ലല്ലോ. അതിന് ചേട്ടൻ ഇങ്ങനെ പാർട്ടി ഓഫീസിൽ കുത്തിയിരുന്നിട്ട് വലിയ കാര്യമുണ്ടോ? വീട്ടിലേക്കും വരുന്നില്ല, ആഹാരവും കഴിക്കുന്നില്ല, വെള്ളവും കുടിക്കുന്നില്ല. ഇതെന്തൊരു ഇരിപ്പാ ഇത്? എഴുന്നേറ്റ് വീട്ടിലേക്ക് വന്നേ. ഇനി ഇലക്ഷനൊക്കെ ഉള്ളതല്ലേ, അടുത്ത ഇലക്ഷന് നിങ്ങളുടെ പാർട്ടി ജയിക്കുമായിരിക്കും. അങ്ങനെ ആശ്വസിക്കേ. നീ തന്നെയാണോ ഈ പറയാം? അതത്ര സംശയം എന്നെ വിശ്വാസം ഇല്ലേ? ഇലക്ഷൻ ആവുമ്പോ എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെ ഒരു സാഹചര്യത്തെ നേരിടേണ്ടി വരും. അത് ഈ വർഷം നിങ്ങളായിന്നേ ഉള്ളൂ. ഈ വർഷം ഞങ്ങൾ ജയിച്ചു, നിങ്ങൾ തോറ്റു, അത്രയല്ലേ ഉള്ളൂ. അതിനിങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? ഇതിപ്പോ ദിവസം എത്രയായി? ഫുൾ ടൈം ഇങ്ങനെ പാർട്ടി ഓഫീസിൽ ഇരുന്നാല് ഈ സങ്കടം മാറുമോ? അതിന് ജനങ്ങളിലേക്ക് ഇറങ്ങണം, പണിയെടുക്കണം. അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ ഈ ഭരണം തിരിച്ചു പിടിക്കണം. അത്രയല്ലേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിക്കുമെന്ന് കരുതിയോ? അതിനെ എന്റെ പട്ടി പോലും വരത്തില്ല. നിങ്ങൾക്ക് ഇത് തന്നെ വേണം. അയ്യ, എന്തൊക്കെയായിരുന്നു 3-ാം മന്ത്രിസഭ, മറ്റത് മറിച്ചത്, മാങ്ങാത്തൊലി. ഇപ്പൊ എല്ലാത്തിനും കൂടെ കിട്ടിയില്ലേ? ജനങ്ങൾ താഴെ ഇറക്കിയില്ലേ? അതെ, ഞാൻ ഇത്രയും നേരം മിണ്ടാണ്ടിരുന്നല്ല. നീ എന്തോ വിഷമോ സങ്കടവും കൊണ്ട് പറയുന്നു വിചാരിച്ചിട്ടാണ് ഇരുന്നത്. ഇപ്പൊ പോന്ത് മാറുന്ന പോലെ പെട്ടെന്ന് ഇങ്ങനെ മാറുന്ന ഞാൻ വിചാരിച്ചില്ല. എനിക്കറിയായിരുന്നു എപ്പോഴെങ്കിലും മാറുന്നു. എന്നിട്ടിപ്പൊ എന്താ പറ്റിയത്? എന്നിട്ടിപ്പൊ എന്താണ്? എന്തോന്ന് നാട്ടുകാർക്കൊക്കെ അറിയാലോ. എന്ത് നാട്ടുകാര് ജയിപ്പിച്ചു, ഞങ്ങൾ മന്ത്രി ഭരണത്തിൽ കയറും. നിങ്ങളുടെ ആ ചിരിക്കാത്ത മന്ത്രിനെ ആർക്ക് വേണം? ഞങ്ങളുടെ നല്ല ചിരിച്ച സൗമ്യനായ മന്ത്രി ഭരണത്തിൽ ഇരുന്ന് ഈ ജനങ്ങളെ മുഴുവൻ സന്തോഷിപ്പിച്ച് ജനങ്ങൾ മുഴുവൻ ചിരിക്കുന്ന ഒരു അവസ്ഥ വരും. അറിയാമോ? ജനങ്ങൾ ഇപ്പൊ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്തിന്? ആരാവും മുഖ്യമന്ത്രി? ആരാണ്? തിങ്കളാഴ്ച ഒരാളാവും, ചൊവ്വാഴ്ച ഒരാളാവും, ബുധനാഴ്ച ഒരാളാവും, ഇങ്ങനെയല്ലേ പോയിക്കൊണ്ടിരിക്കണം. നാട്ടുകാർ പറയണ കേട്ടൂടെ? നിങ്ങളുടെ പാർട്ടിക്കാർ അതോർത്ത് വേവലാതിപ്പെടണ്ട. ഞങ്ങളെ ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഞങ്ങളുടെ പാർട്ടിക്കാർ തീരുമാനിച്ചോളാം കേട്ടാ. അതെ, ഞങ്ങളുണ്ടല്ലോ കുറച്ചാണത്തേക്ക് റെസ്റ്റ് എടുക്കാന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല. അല്ലാതെ ജനങ്ങൾ തോപ്പിച്ചതല്ല. തോൽവി അംഗീകരിക്കാത്ത ഇങ്ങനെ ഒരുത്ത പാർട്ടി എന്റെ പൊന്നോ സമ്മതിക്കണം. റാണി എന്തോടെ? ദാസേട്ടാ, അമ്മയും ഞാനും കൂടെ അച്ഛനെ കാണാൻ വന്നയോ. ഇലക്ഷൻ തോറ്റ പ്രമാണിച്ച് അച്ഛൻ വീട്ടിലോട്ടൊന്നും വരാറില്ല. അപ്പൊ ഒന്ന് വന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. റാണി പോയില്ലേ? എന്തിന്? അവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് എനിക്കറിയാം. എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്താണ്ട് വിശേഷം? വിശേഷമൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു, അതാ ചോദിച്ചത്. തോറ്റേന്റെ ക്ഷീണം കാണുന്നുണ്ട് മുഖത്ത്. നന്നായി. ഇങ്ങനൊരു തോൽവി ആദ്യമായിട്ടാ പാർട്ടിക്ക്. നമുക്ക് അപ്പോഴേ അറിയാം. ഞാനൊക്കെ അന്നേ പറഞ്ഞല്ലേ തോക്കുമെന്ന്. എന്തൊക്കെ കോൺഫിഡൻസ് ആയിരുന്നു. ജയിക്കും, ഞങ്ങള് പിടിച്ചെടുക്കും, എന്തൊക്കെയോ എന്നോട് പറഞ്ഞായിരുന്നല്ലോ. അതിനെങ്ങനെയാ? നിങ്ങൾ വരെ ഞങ്ങൾക്ക് എതിരല്ലേ, പിന്നെ എങ്ങനെ ജയിക്കാൻ? അതൊക്കെ ഞങ്ങക്ക് ബുദ്ധി ഉള്ളതുകൊണ്ട്. വരണൊക്കെ മാറും. അടുത്ത വർഷം പിടിക്കാലോ. കണ്ടാ മതി, അടുത്ത വർഷം ഇതുപോലെ തന്നെ ആയിരിക്കും. ഒരു മാറ്റം ഉണ്ടാവില്ല, നോക്കിക്കോ. കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു? ഞങ്ങളല്ലേ ജയിച്ചത്. അടുത്ത വർഷം ജയിക്കും. കഴിഞ്ഞ വർഷം നിങ്ങളുടെ ഭരണം മികച്ചതായത് കൊണ്ടാണ് ഇത്തവണ എന്റെ അമ്മ പുഷ്പം പോലെ ജയിച്ചത്. എന്റെ ദേവി പറയണേക്ക്, ഒരു കളിയാവുമ്പോ 2 ടീം ഉണ്ടാവൂലേ? എല്ലാ തവണയും ജയിച്ച് ഒരു ആൾക്കാർക്ക് ഒരു ചാൻസ് കൊടുത്തു, അത്രേ ഉള്ളൂ. 5 കൊല്ലം കഴിഞ്ഞാണ്ടല്ല ഞങ്ങള് പിന്നെയും ട്രോഫി എടുക്കും. ഞങ്ങള് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകും. അയ്യോ, അത് വെറുതെ മാനാങ്കണ്ണി കണ്ടങ്ങനെ ഇരിക്കത്തേ ഉള്ളു. നിങ്ങൾ ഇനി കളിക്കളത്തിൽ ഇറങ്ങത്തില്ല, ഗാലറിയിലിരുന്ന് കളി കണ്ടാ മതി. ഇനി ഞങ്ങൾ മാത്രം ജയിച്ച് ഞങ്ങൾ മാത്രം ഭരിക്കുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. അതെ, ഗാലറിയിലൊക്കെ ഇരുന്ന ആൾക്കാർ കാലിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ കളിച്ചിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞോളൂ, ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇത് എവിടം വരെയും പോകുന്നു നോക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളും ഇരിക്കണം. ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന ആൾക്കാരൊന്നും അല്ലാട്ടാ. നിങ്ങൾക്ക് ഇത് തന്നെ വേണം. എന്തായിരുന്നു അഹങ്കാരം ആ മുഖ്യമന്ത്രിയുടെ? കടക്ക് പുറത്ത് മറ്റേത് മറിച്ചത്, നീയാരെ മറ്റേത് മറിച്ച്. ആരോട് എന്താ പറയണ്ടെന്ന് ഒരു ബോധമില്ലാത്ത ഒരു മന്ത്രിനെ ഇത്ര നാള് സഹിക്കേണ്ടി വന്നത് ഞങ്ങളെ പറഞ്ഞ. പാർട്ടി ഓഫീസിൽ കയറി വന്ന് പതുക്കെ വർത്താനം പറഞ്ഞു. ഇതിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? പാർട്ടി ഓഫീസിലല്ല, നിങ്ങളുടെ അണ്ണാക്കി കയറിയ വെടിപൊട്ടിക്കാൻ വന്നതാ. നിങ്ങൾക്ക് ഇത് തന്നെ വേണം, ഇതിന്റെ അപ്പുറം വേണം. ഇനി നിങ്ങൾ ജീവിതത്തിൽ ഈ ഭരണമെന്നും പറഞ്ഞുകൊണ്ട് മന്ത്രിസഭയിൽ കയറാൻ പോകുന്ന പ്രശ്നമില്ല.
ഇത് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. നിങ്ങളെ വീട്ടിലോട്ട് വരണം. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി ഇതിനെന്തെങ്കിലും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇപ്പോഴെന്താ ഒരു ആവേശം വന്നേക്കണേ? 10 വർഷം ഭരിച്ച് ഈ നാട് മുടിപ്പിച്ചിട്ട് മതിയായില്ലല്ലേ നിങ്ങൾക്ക്? ഇനി ജന്മത്തിൽ നിങ്ങൾ ഭരണം കിട്ടുമെന്ന് വിചാരിക്കേണ്ട. അത് കിട്ടത്തില്ല. ഇനി മുഴുവൻ കാലവും ഞങ്ങൾ തന്നെ ഭരിക്കും. അത് കണ്ടോണ്ടിരിക്കാനാണ് നിങ്ങളുടെ വിധി. യെസ്. ഒരു പാത്രമുണ്ട്, 3 ആൾക്കാരും ഉണ്ട്. എന്നിട്ട് ആ ചെറിയ കറിക്ക് വേണ്ടി തമ്മി തല്ലി നടക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ എന്തോ കാട്ടായം. അതെ, എനിക്ക് നിങ്ങളുടെ പാർട്ടിയിൽ ചേർന്നാൽ കൊള്ളാമെന്നുണ്ട്. ഉളുപ്പുണ്ടോ? അതെ, ആരുടെ പാർട്ടിയിൽ ചേർന്ന കൊള്ളാവുന്ന? നിങ്ങളുടെ ആരുടെ? നിങ്ങളുടെ കേക്കുന്നില്ല, നിങ്ങളുടെ കുറച്ചും കൂടെ ഉറക്കെ. നിങ്ങളുടെ എന്റെ, അതായത് അമ്മയുടെ പാർട്ടിയില് ചേരാൻ ആഗ്രഹം. അടിപൊളി. നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ മനുഷ്യ? ഉളുപ്പ്? ഈ പൊട്ട പാർട്ടിയിൽ നിങ്ങൾ ഇത്രയും നാള് നിന്ന് എന്തൊക്കെ വീരവാദമായിരുന്നു. ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ നേരത്തെ പറഞ്ഞേ. എന്നിട്ട് ഇപ്പൊ അമ്മയുടെ പാർട്ടി ചേരണോന്നല്ലേ? അതല്ല, ഇപ്പൊ നാട്ടിലിറങ്ങി നടന്ന ഒരു വില ഉണ്ടാവില്ല. ഭരണപക്ഷമാകുമ്പോഴാ ഒരു അയ്യോ, ഇങ്ങനൊന്നും അല്ലല്ലോ ഇലക്ഷൻ മുമ്പ് വരെ പറഞ്ഞേ. തോറ്റില്ലേ? ആ, ഇനിയിപ്പോ തോറ്റപ്പോഴായിരിക്കും ബോധം ഉണ്ടായേ. നടക്കത്തില്ല, അമ്മയോട് പറയാം. റാണി. പോകാം. അമ്മേ, പിന്നെ അച്ഛനോട് സംസാരിച്ചല്ലോ സെറ്റാണോ? ഓ, അങ്ങനെയുള്ളത് ഞാൻ വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്. എന്ത്? ഈ ദാസേട്ടൻ എന്തോ അമ്മയോട് പറയാനുണ്ടെന്ന്. എന്താണ് എനക്ക് പറയാനുള്ളത്? അത് പിന്നെ എന്തുവാ വിൽക്കുന്നത്? ഞാനും കൂടി നിങ്ങളുടെ പാർട്ടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി വൃത്തികെട്ടവനെ, നിന്നെ പോലുള്ളവരൊക്കെ ഞങ്ങളുടെ പാർട്ടിയിൽ എടുത്താലേ ഞങ്ങളുടെ പാർട്ടിയുടെ അധോഗതിയാ. ഇപ്പൊ ഞങ്ങളുടെ പാർട്ടി ജയിച്ചിരിക്കുക. നിന്നെ പോലുള്ളവന്മാര് ഞങ്ങളുടെ പാർട്ടി വന്ന് കയറിയാല് ഞങ്ങളുടെ പാർട്ടി മൂടോടെ ഇല്ലാതാകും. നിന്റെ തലയുണ്ടല്ലോ ആശാൻ, അങ്ങനെയൊക്കെ ഞാൻ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വാലിന് ബാക്കി ഞാൻ തരാൻ. ഞാൻ വാടി ഇങ്ങോട്ട്. അയ്യാ, പാർട്ടി ചേരാൻ പറ്റിയ ഒരു മുതല്. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്ന് മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും.